ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 234. വന്ദനം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തുടർന്ന് ദേമാസിനെ കുറിച്ച് പറയുകയാണ്. ഇവിടെ ദേമാസും ലൂക്കോസും ഒന്നിച്ച് തൻ്റെ കൂടെ ഉണ്ടെങ്കിലും തൻ്റെ കഷ്ടതയുടെ പാരമ്യ നാളുകളായ റോമിലെ ഈ രണ്ടാം കാരാഗ്രഹവാസകാലത്ത് 2 തിമോത്തി 4:10 കാണും പ്രകാരം ദേമാസ് തൻ്റെ സ്വന്തം കാര്യം നോക്കി തൻ്റെ വീട്ടിലേക്ക് പോയി എന്ന് പൗലോസ് പരാതി പറയുന്നുണ്ട്. കർത്താവിൻ്റെ വേലയിൽ നിന്നും സ്വന്തം സുഖസൗകര്യങ്ങൾ അന്വേഷിച്ച് മടങ്ങിപ്പോകുന്നവർക്ക് ദേമാസ് ശക്തമായ ഒരു മുന്നറിയിപ്പായിട്ടാണ് പൗലോസ് കാണിക്കുന്നത്. തുടർന്ന് നുംഫയെയും അവരുടെ വീട്ടിലെ സഭയെയും കുറിച്ചും പൗലോസ് പറയുന്നു. ചില കയ്യെഴുത്തു പ്രതികളിൽ അവൾ എന്നും മറ്റു ചില കയ്യെഴുത്തു പ്രതികളിൽ അവൻ എന്നുമാണ് നുംഫയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. മലയാളം പരിഭാഷകളിൽ പലതിലും അവൾ എന്നും ഇംഗ്ലീഷ് പരിഭാഷകളിലെല്ലാം തന്നെ അവൻ എന്നുമാണ്. നുംഫെ എന്ന് പറഞ്ഞാൽ സ്ത്രീയും നുംഫസ് എന്ന് പറഞ്ഞാൽ പുരുഷനുമാണ്. ഗ്രീക്ക് ബൈബിളിൽ നുംഫസ് എന്നാണ്. അതുകൊണ്ട് പുരുഷനാണെന്ന് കണക്കാക്കുന്നതാണ് കൂടുതൽ ശരിയെന്ന് വിശ്വസിച്ച് വരുന്നു പാരമ്പര്യം. 3-ാം നൂറ്റാണ്ടുവരെ സഭ കൂടിവരവുകൾ വീടുകളിലായിരുന്നു. വീടുകളിൽ സഭ കൂടിയിരുന്നതുകൊണ്ട് കുടുംബാരാധനയും കുടുംബ ശിക്ഷണവും കൂടുതലായി അന്നുണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ വീട് ഒരു സഭയാണ്. ഇന്ന് അങ്ങനെയുള്ള സഭകൾ തുരവും വിരളമാണ്. വീടുകളിൽ കൂടി വന്ന കാലത്ത് സഭ ഒരു വീട് പോലെ കണക്കാക്കി പോന്നു. വിശ്വാസികളെ സ്വീകരിക്കുന്നതും സൽക്കരിക്കുന്നതും ഒരു പദവിയായി അന്ന് കണക്കാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ പൗലോസിന് ഏറിയ അനുഭവങ്ങളുമുണ്ട്. നുംഫയുടെ ഈ നല്ല മാതൃക പൗലോസ് ഇവിടെ നമുക്ക് നൽകുകയാണ്. കൂടാതെ ഇവിടെ 4:16 നിങ്ങളുടെ ഇടയിൽ ഈ ലേഖനം വായിച്ചു തീർന്ന ശേഷം ലവോദിക്ക സഭയിൽ കൂടെ വായിപ്പിക്കുകയും ലവോദിക്കയിൽ നിന്നുള്ളത് നിങ്ങളും വായിക്കുകയും ചെയ്യുവിൻ എന്നാണ് പൗലോസ് പറയുന്നത്. ഇതിൽ നിന്നും ലവോദിക്കയിലെയും പ്രശ്നം ഒന്നു തന്നെ ആയിരുന്നതുകൊണ്ട് ലവോദിക്ക് പ്രത്യേകം ഒരു ലേഖനം പൗലോസ് എഴുതുന്നില്ല എന്നുകൂടി ഓർപ്പിക്കുന്നു. തുടർന്ന് അർഹിപ്പോസിനെ കുറിച്ചാണ് പറയുന്നത്. അർഹിപ്പോസിനെ സഹഭടൻ എന്നാണ് ഫിലമോനിൽ പൗലോസ് വിളിക്കുന്നത്. അവൻ ഫിലമോൻ്റെ മകനായിരിക്കാമെന്നും ചിലർ കരുതുന്നു. അവൻ കൊലോസ്യ സഭയിലെ ശുശ്രൂഷകനായിരുന്നു. സഭ വളർന്നനുസരിച്ച് ശുശ്രൂഷകനും വളരണമെന്നുള്ളതായിരുന്നു പൗലോസിൻ്റെ നിഷ്പക്ഷവാദം. അതിനായി അവരെ പ്രാർത്ഥനയിൽ വഹിക്കണമെന്ന് എടുത്തു പറയുന്നു. ഏറ്റവും ഒടുവിൽ സ്വന്തം കയ്യാൽ വന്ദനം എന്ന പ്രയോഗമാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. സ്വന്തം എഴുത്താണെന്ന് തെളിയിക്കുവാനും പൗലോസിന് അവരോടുള്ള സ്നേഹം വലുതാണെന്ന് ബോധ്യപ്പെടുത്തുവാനുമാണ് ഇങ്ങനെ താൻ എഴുതി അവസാനിപ്പിക്കുന്നത്. മറ്റുള്ളവരെ കൊണ്ട് എഴുതിച്ച് ഒടുവിലെ ഈ വാക്ക് എഴുതി താൻ ഒപ്പിടുകയായിരുന്നു. നോക്കൂ, 2 തെസ്സലോനിക്കർ 3:17 ഈ വിധം പറയുന്നു. കണ്ണിനുള്ള അസുഖം നിമിത്തവും ജയിലിൽ കയ്യിൽ ചങ്ങലയുമായിരിക്കുന്നത് കൊണ്ടുമാണ് അങ്ങനെ ചെയ്തിരുന്നത്. കൊലോസ്യ ലേഖനം കൃപയോടെ ആരംഭിച്ച് കൃപയോടെ അവസാനിക്കുന്നു. അതെ, നാമും ദൈവകൃപയിൽ നിലനിൽക്കുന്നു. നിത്യഭവനത്തിലെത്തുവോളം ആ കൃപ നമ്മെ പരിപാലിക്കട്ടെ. കാരാഗ്രഹത്തിൽ പൗലോസ് നിശ്ചലനായിരുന്നില്ല. തൻ്റെ കൈകൾ എഴുത്തിനായിട്ട് ആമൻ ഓടിക്കൊണ്ടിരുന്നു. അത് തൻ്റെ വാക്കുകളും അതുതന്നെയായിരുന്നു. എല്ലാ സഭയും കുറിച്ചുള്ള ഒരു ചിന്താഭാരം. കൊലോസ്യ ലേഖനത്തെ മാത്രമല്ല, ആസ്യയിലെ സഭകളെ മൊത്തത്തിൽ ഉദ്ദേശിച്ചുകൊണ്ട് മറ്റൊരു ലേഖനം കൂടി പൗലോസ് തയ്യാറാക്കിയായിരുന്നു. അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനമാണ്. എന്നാൽ അത് എഫേസ്യ സഭയ്ക്ക് മാത്രമായി എഴുതിയതാണെന്ന് വിചാരിക്കുവാൻ കഴിയുന്നില്ല. പൗലോസിൻ്റെ കത്തുകൾ വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളഭാവം നല്ലവണ്ണം അറിയിപ്പിക്കുന്നവയായിരുന്നു. ലേഖകനും വായനക്കാരും തമ്മിലുള്ള ഒരു വൈകാരിക ബന്ധങ്ങൾ, വിവിധ ഭാവങ്ങൾ തൻ്റെ കത്തുകളിൽ മുന്തി നിന്നിരുന്നു. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ അങ്ങനെ ഒന്ന് കാണുന്നില്ല. എഫെസോസിലാണ് പൗലോസ് തൻ്റെ സേവന ചരിത്രത്തിൽ ഏറ്റവും ദീർഘമായ കാലഘട്ടം, അതായത് 3 വർഷം ചിലവാക്കിയത്. അത്യന്തം വികാരഭരിതമായ ചരിത്ര നിമിഷങ്ങൾ ഈ അപ്പോസ്തലന് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ എഫെസ്യ ലേഖനത്തിൽ അത് തെല്ലുമേ താൻ എഴുതി ഫലിപ്പിക്കുന്നില്ല. കുറഞ്ഞ പക്ഷം എഫെസോസ് സഭാധ്യക്ഷന്മാരോട് മിലേത്തോസിൽ വെച്ച് സംസാരിച്ചപ്പോഴുണ്ടായ വികാരത്തിൻ്റെ ഒരു അംശമെങ്കിലും ഈ ലേഖനത്തിൽ എവിടെയെങ്കിലും പ്രതീക്ഷിച്ചാൽ അത് ഒരു അധികപ്പറ്റായി മാറിയേക്കാം. എന്നാൽ എഫെസ്യ ലേഖനത്തിൽ ഇല്ലാത്ത ഒന്നാണ് ഈ കാര്യം. ഇതും ഈ ലേഖനം ഒരു പ്രഥമ ശക്തി തെളിയിക്കുന്ന ലേഖനമാണെന്നും തെളിയിക്കുന്നു. തുടർന്ന് എഫെസ്യ ലേഖനത്തിലേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.